നമസ്കാരം. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം മുറുകുമ്പോൾ വളരെ രസകരവും വിചിത്രവുമായ നിരവധി വാർത്തകളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുത്തറുളത്ത് മത്സരിക്കുന്ന മായാവി എന്ന സ്ഥാനാർത്ഥിയുടെ പേരിനെ ചൊല്ലിയായിരുന്നു ആദ്യം രസകരമായ നിരവധി ട്രോളുകൾ ഇറങ്ങിയത്. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല TV ചാനലുകളിലും എല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു പിന്തുണയാണ് ഈ പേരുകാരിക്ക് ലഭിച്ചത്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ വിചിത്രമായ നിരവധി സംഭവങ്ങളുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണ്ണമ്മൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുൻ പ്രസിഡന്റ് സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന M രാധാകൃഷ്ണന് 5 അപരന്മാരാണുള്ളത്. 6 രാധാകൃഷ്ണന്മാർ അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ബാലറ്റ് പേപ്പറിൽ കാണും. ഇതുപോലെ വളരെ രസകരവും വിചിത്രവുമായ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ മൂന്നാർ പഞ്ചായത്തിൽ നടക്കുന്നത്. അവിടുത്തെ ഒരു BJP സ്ഥാനാർത്ഥിയുടെ പേര് സോണിയാഗാന്ധി എന്നാണ്. സോണിയാഗാന്ധി BJP സ്ഥാനാർത്ഥിയായി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടും. മൂന്നാർ പഞ്ചായത്തിലെ നല്ല തണ്ണി വാർഡിലെ സ്ഥാനാർത്ഥിയാണ് സോണിയാഗാന്ധി. 34 വയസ്സാണ് ഇവർക്കുള്ളത്. എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നല്ലേ? ഇവരുടെ പിതാവ് അദ്ദേഹം മൂന്നാറിലെ പ്രമുഖനായ ഒരു തൊഴിലാളി നേതാവും കോൺഗ്രസ് പ്രവർത്തനവുമൊക്കെ ആയിരുന്നു. ദുരൈരാജ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സോണിയാഗാന്ധിയെയും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ സോണിയാഗാന്ധിയോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ് തനിക്കൊരു മകൾ ജനിച്ചപ്പോൾ അവർക്ക് സോണിയാഗാന്ധി എന്ന് പേരിട്ടത്. എന്നാൽ സോണിയാഗാന്ധിക്ക് സംഭവിച്ചത് മറ്റൊരു വിചിത്രമായ കാര്യമാണ്. അവരെ വിവാഹം കഴിച്ച വ്യക്തി ഒരു BJP പ്രവർത്തകനായിരുന്നു. സോണിയാഗാന്ധിയുടെ ഭർത്താവായ സുഭാഷ് BJPയുടെ പ്രമുഖനായ ആ പ്രദേശത്തെ നേതാവാണ്. കഴിഞ്ഞ തവണ ഇവിടെ നടന്ന ഒരു പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ സുഭാഷ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും വിവാഹിതയോടുകൂടി സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടുകളിലും മാറ്റം വന്നു. അവർ കോൺഗ്രസിൽ നിന്ന് മെല്ലെ BJPയിലേക്ക് ചൂടുമാറിയിരിക്കുകയാണ്. ഏതായാലും ഇവിടെ നടക്കുന്ന ഈ മത്സരം ഏവരെയും അമ്പരപ്പിക്കുകയും ഒരേ സമയം രസിപ്പിക്കുകയും ചെയ്യുകയാണ്. കോൺഗ്രസിന് ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര് മഞ്ജുള രമേശ് എന്നാണ്. CPMൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് വളർമതി എന്നുമാണ്. ഏതായാലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെ ആയിരുന്നിരിക്കാം. തൻ്റെ രാഷ്ട്രീയ എതിരാളി അല്ലെങ്കിൽ തൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തൻ്റെ ഏറ്റവും വലിയ നേതാവിൻ്റെ പേരുകാരിയാണ് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും അമ്പരപ്പിക്കുന്നത്. ഏതായാലും സോണിയാഗാന്ധി പ്രചരണ വേദിയിൽ വളരെ സജീവമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖനായ മുൻ കോൺഗ്രസ് നേതാവിൻ്റെ മകളെന്നുള്ള നിലയിൽ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അവർക്ക് വോട്ട് പിടിക്കാൻ കഴിയുമെന്നായിരിക്കാം ഒരുപക്ഷെ സോണിയാഗാന്ധി വിശ്വസിക്കുന്നത്. മൂന്നാറിൽ തന്നെ പ്രമുഖനായ നേതാവായിരുന്ന ദുരൈരാജിൻ്റെ മകളായതുകൊണ്ട് തന്നെ ഈ സോണിയാഗാന്ധി നാട്ടുകാർക്കെല്ലാം വളരെ സുപരിതയാണ്. നമുക്കിതിൽ വലിയൊരു വാർത്തയായി മാറുന്നുവെങ്കിൽ പോലും ഈ സോണിയാഗാന്ധി അവിടെ ഏവർക്കും അറിയാവുന്നുള്ള വ്യക്തി തന്നെയാണ്. തങ്ങളുടെ ഒരു പ്രമുഖനായ നേതാവായിരുന്ന വ്യക്തിയുടെ മകൾ ഇക്കുറി BJP ടിക്കറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ കോൺഗ്രസ്സുകാരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം മൂന്നാറിനെക്കുറിച്ച്. മൂന്നാറിൽ മലയാളികളും തമിഴ് വംശജരും ഒരുപാട് പേർ താമസിക്കുന്ന സ്ഥലമാണ്. മൂന്നാറിലെ തോട്ടം ജീവനക്കാരായും മറ്റുമൊക്കെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കാലത്ത് ധാരാളം പേർ മൂന്നാറിലും പരിസരങ്ങളിലും ദേവികുളത്തൊക്കെ എത്തിയിരുന്നു. അവരെല്ലാവരും അവിടത്തുകാരായി പിന്നീട് മാറുകയായിരുന്നു. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ ഗതിവിഗതികളിൽ വളരെ നിർണായകമായൊരു സ്വാധീനം ഈ തമിഴ് സമൂഹത്തിനുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സോണിയാഗാന്ധിക്ക് ഒരു മേൽക്കൈ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം അവർ BJP പ്രവർത്തകയാണെന്നുള്ളത് കൂടാതെ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതയായ നേതാവിൻ്റെ പേരുകാരിയാണ് എന്നുള്ളതും ഈ സോണിയാഗാന്ധിക്ക് ഒരുപക്ഷെ കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. പക്ഷേ അവരുടെ എതിർ സ്ഥാനാർത്ഥികളാകട്ടെ വിടുന്ന മട്ടില്ല. അവർ അവരുടേതായ രീതിയിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അറിയാം BJP സ്ഥാനാർത്ഥിയായിരുന്ന സോണിയാഗാന്ധി ജയിച്ചോ ഇല്ലയോ എന്ന്. ഏതായാലും മൂന്നാർ നിവാസികൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളാകെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ മൂന്നാറിലെ സോണിയാഗാന്ധി വിജയിക്കുമോ ഇല്ലയോ എന്ന്.